പ്രവർത്തിക്കുകയാണെങ്കിൽ അതിന്റെ ഫലം തലമുറകളോളം ലഭിക്കുമെന്ന് അധ്യാത്മക പ്രഭാഷകൻ ഇമ്പിച്ചിക്കോയ തങ്ങൾ. നന്മ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ കേരള എന്ന വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ 1ാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജീവകാരുണ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ കൂട്ടായ്മയായ നന്മ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ കേരള വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ 1ാം വാർഷികാഘോഷം ലക്കിടി പോളി ഗാർഡൻസിൽ നടന്നു. കൂട്ടായ്മ ചെയർമാൻ സജീർ പഴയന്നൂർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജീവകാരുണ്യ പ്രവർത്തകൻ കോട്ടയ്ക്കൽ മൊയ്തുപ്പ ഹാജി മുഖ്യാതിഥിയായി പങ്കെടുത്തു. മനുഷ്യാവകാശ പ്രവർത്തകൻ അഡ്വക്കേറ്റ് വിജയരാഘവൻ, റോയൽ ഗ്രൂപ്പ് ചെയർമാൻ ഹംസ, ഗ്രാൻഡ് കൈറാറ്റ് ഗ്രൂപ്പ് ചെയർമാൻ ശ്രീകുമാർ, ബ്ലോഗർ ഹസീന പെരിന്തൽമണ്ണ, NCFK വൈസ് ചെയർമാൻ ദീപു ചന്ദ് ആലത്തൂർ, ട്രഷറർ കരീം ഒറ്റപ്പാലം, സെക്രട്ടറി അനസ് പഴയന്നൂർ, ജനറൽ കൺവീനർ അമീർ രാജ് ഒറ്റപ്പാലം എന്നിവർ സംസാരിച്ചു. അപ്പൊ ആ ജനങ്ങൾക്കിടയിൽ നമുക്കിങ്ങനെ ജീവകാരുണ്യ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ആ കാര്യത്തിൽ വിലപ്പെട്ട സമയം ഉപയോഗപ്പെടുത്താൻ അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യൻ എന്ന നിലക്ക് മനുഷ്യത്വം മുറുകെ പിടിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സൗഭാഗ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ഈ സ്ഥാപനത്തിലെ പ്രിയപ്പെട്ട അന്തേവാസികളെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത ഒരു പ്രത്യേക അനുഭൂതി, എന്തെന്നില്ലാത്ത ചില അനുഭവങ്ങളൊക്കെ നമുക്ക് ബോധ്യപ്പെടുന്നത്. പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും പറയാനുള്ള വിവിധ ഹദീസുകളിൽപ്പെട്ട ഒന്നാണ് ഇർഹമു മൻ ഫിൽ അർദ്, ഭൂമുഖത്തുള്ള എല്ലാവർക്കും നിങ്ങൾ കരുണ ചെയ്യുക. എന്നാൽ ഇർഹമു മൻ ഫിസ് സമാ, തീർച്ചയായും അങ്ങനെ ഒരു അർത്ഥം കൂടി ഭൂമുഖത്തുള്ള എല്ലാവർക്കും നിങ്ങൾ കരുണ ചെയ്യുക. എന്നാൽ ആകാശത്തിന്റെ അധിപനായ, ഇവിടെ ആലങ്കാരിക പ്രയോഗമാണ്. ആകാശത്തിൽ ഭൂമിയിൽ എല്ലായിടത്തും ഉണ്ട്, പക്ഷെ അത് ആലങ്കാരിക പ്രയോഗമായിട്ടാണ് പറഞ്ഞതാണ്. ആകാശത്തിലുള്ളവൻ നിങ്ങൾക്ക് കരുണ ചെയ്യും. ആ കരുണ നമ്മൾ അറിയില്ല. സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ ചുമ്മാ. സത്യാടോ, എന്റെ വീട്ടിൽ ഈ കണക്ഷനാ. തന്നെയും വിശ്വാസമില്ല. അല്ല, കേരള വിഷൻ. കേരള വിഷനിലേക്ക് സ്വാഗതം. ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി.